അമൃത, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് തന്നെ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വിവിധ സംഘടനകളുടെ പ്രതിഷേധ പരിപാടികളൊക്കെ തന്നെ ഉണ്ടായി. ഇന്നും സമാനമായ രീതിയിൽ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരു വിഭാഗം സമസ്തയുടെ നേതാക്കളും സുപ്രീം കോടതിയെ സമീപിക്കുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. വഖഫ് ഭേദഗതി ബില്ല് മുസ്ലിം സമുദായത്തിന് നേരെയുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ മുസ്ലിം സ്വത്തുക്കൾ, വഖഫ് സ്വത്തുക്കൾ കൈയടക്കി വെക്കാനുള്ള BJPയുടെ രാഷ്ട്രീയ തന്ത്രമാണ് എന്നുള്ള അടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഇവർ ഇത്തരത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ട് UDFന്റെ രാപ്പകൽ സമരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ നടക്കുന്നുണ്ട്. കോഴിക്കോട് കോർപ്പറേഷന് മുമ്പിലാണ് കോഴിക്കോട്ടെ പരിപാടി നടക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ LDF സർക്കാർ ഞെരിക്കുകയാണ് എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു വിഷയം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ അഴിമതി കൂടുതലായി നടക്കുന്നു എന്നുള്ളത് ഉൾപ്പെടെ ആരോപിച്ചുകൊണ്ടാണ് UDFന്റെ നേതൃത്വത്തിൽ ഇന്ന് സമരം നടക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് തുടങ്ങുന്ന സമരം രാവിലെ 10 മണി വരെ നീളുമെന്നുള്ളതാണ് UDF നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. ശരി, ഫൈസൽ നെടുമ്പാലയാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ശരി ഫൈസൽ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു.